ഹലോ നമസ്കാരം. ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. എല്ലാവരും ചായ കുടിച്ചോ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്ന് അവിലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അവിൽ നനച്ചതാണ്. അപ്പോൾ അവിൽ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. തേങ്ങയും ശർക്കരയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് അവിലേക്ക് ഇട്ടിട്ട് അതുകൊണ്ട് കുഴച്ചെടുക്കാം. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും ചെയ്യും. തിരക്കുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നല്ലത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമില്ലാത്തവരുണ്ട് കേട്ടോ. ഹെൽത്തി ഫുഡല്ലേ അവിൽ. അപ്പോൾ അവിൽ നനച്ചത് വെച്ചിട്ട് നമുക്ക് ചായ കുടിക്കാം. അങ്ങനെ അവിൽ നനച്ചത് കൂടി ചായ കുടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചക്കലത്തെ ഊണിനുള്ളത് തയ്യാറാക്കാം കേട്ടോ. 2 മീനാണ്, അയിലച്ചെമ്പാനും വത്തളും, നെത്തോലി വിറയും. അപ്പോൾ നമ്മളത് വത്തള വറക്കാനെടുത്തു. അയിലച്ചെമ്പാൻ നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുടംപുളി ഇട്ടിട്ട് വെച്ചതാണ് കേട്ടോ കറി. കുടംപുളി ഇട്ട് കറി വയ്ക്കുന്നത് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ ഞങ്ങളുടെ അവിടെയൊക്കെ വാളംപുളി അഥവാ കോൽപ്പുളിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കറി വയ്ക്കൽ. എന്നാലും ഞാൻ ഇടയ്ക്ക് കുടംപുളി ഇട്ട് വയ്ക്കും. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചോറ് വയ്ക്കാം. എല്ലാവരും ഊണ് കഴിച്ചോ? ഊണ് കഴിക്കുമ്പോൾ നിങ്ങൾ മീൻ കറിയുടെ ഒപ്പം സവാള നുറുക്കിയിട്ട് കഴിക്കാറുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ കഴിക്കാറുണ്ട്. മീൻ കറി വെച്ചിട്ട് ചോറ് കഴിക്കുമ്പോൾ സവാള നുറുക്കിയത് കൂടെ കൂട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മീൻ കറി വെച്ച് കൊടുക്കാം. മീൻ വറുത്തതും സവാളയും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ച് വിചാരിക്കണം. Okay, bye. Thank you.